Welcome to Shaji's classroom for social science. Today we are going to discuss the first chapter of Social Science Paper 1, Standard 10, Revolutions that Influenced the World. The topic that we are going to discuss today is the American War of Independence. Now you see a slogan that thundered in different parts of America in the 18th century. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മുദ്രാവാക്യമാണ്. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. 18ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലെമ്പാടും പ്രകമ്പനം കൊണ്ട ഈ മുദ്രാവാക്യം തയ്യാറാക്കിയത് ജെയിംസ് ഓട്ടിസ് ആണ്. In order to exploit the American colonies, England began to migrate to America from the 16th century onwards. അമേരിക്കൻ കോളനികളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി ഇംഗ്ലണ്ട് 16ാം നൂറ്റാണ്ട് മുതൽ അമേരിക്കൻ കോളനികളിലേക്ക് കുടിയേറ്റം നടത്തിയിരുന്നു. By 18th century, England had established 13 colonies in the eastern coast of America. 18ാം നൂറ്റാണ്ടാവുമ്പോഴേക്കും ഇംഗ്ലണ്ട് അമേരിക്കയുടെ കിഴക്കേ തീരത്ത്, അറ്റ്ലാന്റിക്കിന്റെ തീരത്തായി 13 കോളനികൾ സ്ഥാപിച്ചിരുന്നു. ഈ 13 കോളനികളുടെ മാപ്പാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. നിങ്ങൾക്കത് പരിശോധിക്കാവുന്നതാണ്. ഏതൊക്കെ ആണ് എന്ന് നിങ്ങൾ വായിക്കുക. ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം. നിങ്ങളുടെ മൗസിന്റെ കർസർ പോകുന്ന നിങ്ങൾ നോക്കി ഓരോന്നും വായിക്കുക. ന്യൂ ഹാംഷയർ, മസച്യൂസെറ്റ്സ്, റോഡ് ഐലൻഡ്, ന്യൂയോർക്ക്, കണക്റ്റിക്കറ്റ്, ന്യൂജേഴ്സി, ഡെലവാരെ, മേരിലാൻഡ്, വെർജീനിയ, പെൻസിൽവാനിയ, നോർത്ത് കരോളിന, സൗത്ത് കരോളിന, ജോർജിയ. ഇങ്ങനെ 13 കോളനികളാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം, അമേരിക്കയുടെ കിഴക്കേ തീരത്ത് പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ടാണ് നമ്മുടെ ഈ വടക്കേ അമേരിക്ക സ്ഥിതി ചെയ്യുന്നത്. ഇതിന് രണ്ടിനും ഇടയിൽ അറ്റ്ലാന്റിക്കിന്റെ തീരത്ത്, അതായത് അമേരിക്കയുടെ കിഴക്ക് ഭാഗത്തായിട്ടാണ് ഏതാണ്ട് ഈ കോളനികളെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ അമേരിക്കയില് ഇംഗ്ലണ്ട് 13 കോളനികൾ സ്ഥാപിച്ചിരുന്നു. ഈ കോളനികൾ സ്ഥാപിച്ചതിന് ബ്രിട്ടീഷുകാർക്ക് ആകെ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്താണെന്ന് നമുക്ക് ഈ ഒരു ചിത്രത്തിൽ അല്ലെങ്കിൽ ഈ വായിച്ച നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. The British treated the American colonies as centers for collecting raw materials for their industry and marketplace for their industrial products. ബ്രിട്ടീഷുകാര് അമേരിക്കൻ കോളനിക്കാരെ അല്ലെങ്കിൽ അമേരിക്കൻ കോളനിയെ കണക്കാക്കിയിരുന്നത് അവരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള ഒരിടമായിട്ടാണ്. അതുപോലെ തന്നെ അവര് കൊണ്ടുപോയി ഈ റോ മെറ്റീരിയൽസ് അവിടെ കൊണ്ടുപോയി അവരുടെ ഫാക്ടറിയിൽ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം വിറ്റഴിക്കാനുള്ള ഒരു കമ്പോളമായും അവർ അമേരിക്കൻ കോളനികളെ കണക്കാക്കി. തങ്ങൾക്ക് ലാഭമുണ്ടാക്കാനുള്ള ഒരിടമായി മാത്രമാണ് ഇംഗ്ലണ്ടുകാർ അമേരിക്കൻ കോളനികളെ നോക്കിക്കണ്ടത്. തങ്ങളുടെ ലാഭത്തിനു വേണ്ടിയുള്ള ഈ നയം ബ്രിട്ടീഷ് വ്യാപാരികൾ തങ്ങളുടെ മാതൃരാജ്യത്തിന്റെ സഹായത്തോടുകൂടി നടപ്പിലാക്കിയെടുത്തു. ഈ നയങ്ങളെയും നിയമങ്ങളെയും പൊതുവിൽ മെർക്കന്റലിസം എന്നാണ് വിളിക്കുക. മെർക്കന്റലിസത്തിന്റെ ഭാഗമായി നടപ്പിലാക്കപ്പെട്ടവയാണ് മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ. അമേരിക്കൻ കോളനികളിലേക്കോ അതല്ലെങ്കിൽ അമേരിക്കൻ കോളനികളിൽ നിന്ന് പുറത്തേക്കോ ചരക്കുകൾ കൊണ്ടുപോകണമെങ്കിൽ ബ്രിട്ടീഷ് കപ്പലുകളെയോ ബ്രിട്ടീഷ് നിർമ്മിത കപ്പലുകളെയോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കോളനികളുടെ കപ്പലുകളെയോ മാത്രമേ ആശ്രയിക്കാൻ പാടുള്ളൂ. ഇതായിരുന്നു ആദ്യ നിയമം.
The goods to and from the colonies must be carried only in British ships or ships built in the colonies. The second mercantilist law. British stamp must be affixed on all the legal documents, newspapers, pamphlets, license, etc. അമേരിക്കൻ കോളനിക്കാർ തയ്യാറാക്കുന്ന എല്ലാ നിയമപരമായ രേഖകളിലും പത്രങ്ങളിലും ലഘുലേഖകളിലും ലൈസൻസുകളിലുമെല്ലാം ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിക്കണം. ഇതായിരുന്നു രണ്ടാമത്തെ നിയമം. വേറെയും ഉണ്ടായിരുന്നു നിയമങ്ങൾ. പ്രോഡക്ട്സ് ഓഫ് ദ കോളനീസ് ലൈക്ക് ഷുഗർ, wool, cotton, tobacco, etc. could only be exported to England. അടുത്തത്, ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ ഷുഗർ, വൂള്, കോട്ടൺ, ടുബാക്കോ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാൻ അമേരിക്കൻ കോളനിക്കാർക്ക് അനുവാദം നൽകിയുള്ളൂ. നാലാമത്തെ നിയമം. Colonies must provide food and quarters for British troops which were maintained in the colonies. കോളനികളില്, അമേരിക്കൻ കോളനികളില് ഇംഗ്ലണ്ടുകാർ പാർപ്പിച്ചിട്ടുള്ള സൈന്യത്തിന് ഭക്ഷണവും താമസ സൗകര്യവും ഒരുക്കാനുള്ള ബാധ്യത അമേരിക്കൻ കോളനിക്കാരുടെ ചുമലിൽ കെട്ടിവെച്ചു. ഇതായിരുന്നു നാലാമത്തെ നിയമം. ഇനി അഞ്ചാമതായിട്ട് അവർ നടപ്പിലാക്കിയ മെർക്കന്റലിസ്റ്റ് നിയമം ഇതാണ്. അമേരിക്കൻ കോളനിക്കാര് ടീ, ഗ്ലാസ്, പേപ്പർ തുടങ്ങിയ സാധനങ്ങൾ അവർക്ക് ആവശ്യമുള്ളപ്പോൾ വാങ്ങുമ്പോൾ അതിന് ഇമ്പോർട്ട് ടാക്സ് ഇംഗ്ലണ്ടിന് കൊടുക്കണം. എവിടുന്ന് വാങ്ങിയാലും കൊടുക്കണം. ഇതായിരുന്നു അടുത്ത നിയമം. ഇങ്ങനെ മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ കൊണ്ട് അമേരിക്കൻ കോളനിക്കാർക്ക് യാതൊരു ഉപകാരവുമില്ലാത്ത, പ്രയോജനവുമില്ലാത്ത നിയമങ്ങൾ, ഇംഗ്ലണ്ടിന് മാത്രം പ്രയോജനം ചെയ്യുന്ന നിയമങ്ങൾ ആയിരുന്നു ഇത്തരം മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ. ഈ നിയമങ്ങൾ നടപ്പിലാക്കി അമേരിക്കക്കാരുടെ വ്യാപാര വ്യവസായ സ്വാതന്ത്ര്യങ്ങളെയും പ്രവർത്തനങ്ങളെയും മുരടിപ്പിക്കുവാൻ ഇംഗ്ലണ്ട് പരിശ്രമിച്ചു കൊണ്ടിരുന്നു. ഇതിൽ തന്നെ തേയിലയുടെ മേലുള്ള നികുതി ഇംഗ്ലണ്ട് ചുമത്തിയത് അമേരിക്കൻ കോളനി നിവാസികളിൽ വ്യാപകമായ എതിർപ്പ് ഉളവാക്കി. 1773 ഡിസംബർ 16 ഇംഗ്ലണ്ടിൽ നിന്നും 342 പെട്ടി നിറയെ തേയിലകളുമായി ഒരു കപ്പൽ അമേരിക്കയിലെ ബോസ്റ്റൺ തുറമുഖത്തെത്തി. റെഡ് ഇന്ത്യൻ വേഷം ധരിച്ച അമേരിക്കൻ നിവാസികൾ ഈ കപ്പലിൽ കയറുകയും ഈ തേയിലപ്പെട്ടികൾ അത്രയും എടുത്ത് കടലിലേക്ക് എറിയുകയും ചെയ്തു. ഈ സംഭവം അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ബോസ്റ്റൺ ടീ പാർട്ടി എന്നാണ് അറിയപ്പെടുക. ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് കേട്ടാൽ നമുക്ക് ഏതോ ഒരു സദ്യ അല്ലെങ്കിൽ ഒരു ടീ പാർട്ടി നടത്തിയെന്ന് തോന്നലുണ്ടാവല്ല. കടലിൽ മുഴുവൻ തേയിലപ്പെട്ടികൾ വലിച്ചെറിഞ്ഞ് കടലിൽ മുഴുവൻ ചായപ്പൊടി കലർത്തിയ ആ സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയുക. ചുരുക്കത്തില് ബോസ്റ്റൺ ടീ പാർട്ടിയോടുകൂടി തന്നെ അമേരിക്കൻ കോളനി നിവാസികളും ഇംഗ്ലണ്ടും തമ്മിലുള്ള ശക്തമായ ഒരു അകൽച്ച ആരംഭിച്ചു കഴിഞ്ഞു. ഈ അവസരത്തിൽ ഏതാനും ചിന്തകര് അമേരിക്കൻ ജനതയുടെ സമരാവേശത്തെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അത്തരത്തിലുള്ള 2 ചിന്തകന്മാരുടെ പേരുകളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ജോൺ ലോക്ക് ആൻഡ് തോമസ് പെയിൻ. ജോൺ ലോക്ക് അമേരിക്കയിലെ ജനതയോട് പറഞ്ഞു, എവരിവൺ ഹാസ് സം ഫണ്ടമെന്റൽ റൈറ്റ്സ്. നോ ഗവൺമെന്റ് ഹാസ് ദ റൈറ്റ് ടു സസ്പെൻഡ് ദം. എല്ലാവർക്കും ചില മൗലിക അവകാശങ്ങളുണ്ട്. ഈ മൗലിക അവകാശങ്ങളെ എടുത്തു കളയാൻ ഒരു ഗവൺമെന്റിനും അധികാരമില്ല. ചുരുക്കത്തിൽ ഇംഗ്ലണ്ടിന്റെ നിയമങ്ങളെ ലംഘിക്കുവാൻ ജോൺ ലോക്ക് ജനങ്ങളെ ആഹ്വാനം ചെയ്തു. തോമസ് പെയിൻ അദ്ദേഹം ഇങ്ങനെയാണ് അമേരിക്കയിലെ ജനങ്ങളോട് പറഞ്ഞത്. There is something absurd in suppressing a continent like North America perpetually governed by a foreign power. ഇംഗ്ലണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിദേശ ശക്തിയാണ്. ആ വിദേശ ശക്തിയായ ഇംഗ്ലണ്ടിന്
നമ്മുടെ രാജ്യത്തെ അമേരിക്കയെ നിയന്ത്രിക്കാനുള്ള യാതൊരു അധികാരവും അവകാശവും ഇല്ല എന്ന് തോമസ് പെയിൻ ജനങ്ങളോട് പറഞ്ഞു. ജനങ്ങൾ ഇതിൽ ആവേശഭരിതരായി. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് അമേരിക്കൻ ഐക്യനാടുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന കോണ്ടിനെന്റൽ കോൺഗ്രസ് ആണ്. 1774 ജോർജിയ ഒഴികെയുള്ള മറ്റ് എല്ലാ കോളനികളിലെയും പ്രതിനിധികൾ ഫിലാഡൽഫിയയിൽ സമ്മേളിക്കുകയാണ്. സമ്മേളനത്തിന് മറ്റൊരു ലക്ഷ്യവുമില്ല, ടു പ്രൊട്ടസ്റ്റ് ദ പോളിസീസ് ആൻഡ് റൂൾസ് ഇമ്പോസ്ഡ് ബൈ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട് അടിച്ചേൽപ്പിച്ച നിയമങ്ങളും പോളിസികളും തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് ഉറക്കെ പറയുവാനായിട്ടാണ് ആ കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളിക്കുന്നത്. They submitted a petition to the King of England. അവര് ഇംഗ്ലണ്ടിലെ രാജാവിന് ഒരു നിവേദനം സമർപ്പിച്ചു. That demanded the revocation of the regulations enforced on industry and commerce. അവരുടെ വ്യവസായത്തിന്റെ മേലും വാണിജ്യത്തിന്റെ മേലും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ എടുത്തു കളയണം എന്ന് ശക്തമായി അവർ ഈ നിവേദനത്തിലൂടെ ഇംഗ്ലണ്ടിലെ രാജാവിനോട് ആവശ്യപ്പെട്ടു. ഒരു കാര്യം കൂടി അവർ തീർത്ത് പറഞ്ഞു, നോട്ട് ടു ഇമ്പോസ് ടാക്സ് വിത്തൗട്ട് ദ അപ്രൂവൽ ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ അംഗീകാരമില്ലാത്ത ഒരു ടാക്സും ഇനി പിരിക്കാൻ പാടില്ല, ഒരു നികുതിയും ഞങ്ങൾ തരില്ല. ഇഷ്ടം പോലെ പണം കിട്ടിക്കൊണ്ടിരുന്ന ഒരു രാജാവിന് ഇത് സ്വീകാര്യമാകുന്നു? ഒരിക്കലും സ്വീകാര്യമല്ല. അതുകൊണ്ട് രാജാവിന്റെ റെസ്പോൺസ്, പ്രതികരണം തികച്ചും പ്രതികൂലമായിരുന്നു. അദ്ദേഹം ചെയ്തത് ജനങ്ങളുടെ അനുഭാവപൂർവ്വം എന്തെങ്കിലും ഒരു ചർച്ചയ്ക്ക് മുതിർന്നതിന് പകരം അദ്ദേഹം ജനങ്ങളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി സൈന്യത്തെ അയച്ചു. This led to the war between England and American colonies. ഇത് ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള തുറന്ന സംഘട്ടനത്തിന് കാരണമായി. ചുരുക്കത്തിൽ യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടു. ഈ സാഹചര്യത്തില് 1776 ഫിലാഡൽഫിയയിൽ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ചേരുകയാണ്. ഈ സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസിൽ അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രതിനിധികൾ ജോർജ് വാഷിംഗ്ടണെ അമേരിക്കൻ സൈന്യത്തിന്റെ സർവ സൈന്യാധിപനായി വാഴിച്ചു. തോമസ് പെയിൻ നമ്മൾ മുമ്പ് പഠിച്ചതാണ് അദ്ദേഹത്തെ കുറിച്ച്. അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി, ഇനി അമേരിക്കയ്ക്ക് ഇംഗ്ലണ്ടുമായി യാതൊരു ബന്ധവുമില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. മാത്രമല്ല 1776 അമേരിക്കൻ ഐക്യനാടുകൾ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തന്നെ നടത്തി. On 4th July 1776, the American Continental Congress issued the famous Declaration of Independence. The Declaration of Independence was prepared by Thomas Jefferson and Benjamin Franklin. തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ചേർന്ന് തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, The Declaration of Independence of the United States of America, was issued on 4th July 1776. 1776 ജൂലൈ 4 അമേരിക്ക സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. In 1781, the war between American colonies and England ended with the victory of American colonies. In 1784, England approved the freedom of 13 colonies. 1781 അമേരിക്കൻ കോളനികളും ഇംഗ്ലണ്ടും തമ്മിൽ നടന്ന യുദ്ധം അമേരിക്കൻ കോളനികളുടെ വിജയത്തോടെ കലാശിച്ചു. 1783 ഇംഗ്ലണ്ട് അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. 1783 പാരീസ് ഉടമ്പടി പ്രകാരമാണ് അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ബ്രിട്ടൻ അംഗീകരിച്ചത്. തുടർന്ന് അമേരിക്കയ്ക്ക് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കപ്പെട്ടു. The Constitution Convention held at Philadelphia under the leadership of James Madison framed the American Constitution. ഫിലാഡൽഫിയയിൽ നടന്ന കോൺസ്റ്റിറ്റ്യൂഷൻ കൺവെൻഷനിൽ വെച്ച് ജെയിംസ് മാഡിസൺ അമേരിക്കൻ ഭരണഘടനയുടെ അവസാന രൂപം നൽകി. എന്ന് മാത്രമല്ല, അമേരിക്കൻ സൈന്യത്തിന്റെ സൈന്യാധിപനായിരുന്ന ജോർജ് വാഷിംഗ്ടണെ
യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയും ചെയ്തു, ഭരണഘടന അനുസൃതമായി തന്നെ. ലോക ചരിത്രത്തില് ഒരു വലിയ അത്ഭുതമായിരുന്നു അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രാപ്തി. ഇതിനെക്കുറിച്ചുള്ള കഥകളാണ് നമ്മൾ പഠിച്ചത്. ആ പാഠങ്ങൾ ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കൊരു അസൈൻമെന്റ് ഉണ്ട്, അസൈൻമെന്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം തയ്യാറാക്കുക, അതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന അസൈൻമെന്റ്. ഹൗ ഡിഡ് ദ അമേരിക്കൻ റവല്യൂഷൻ അഫക്ട് ദ ലേറ്റർ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം തുടർന്നുള്ള ലോക ക്രമത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. 14-14 പേജിൽ ഏറെക്കുറെ അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളുണ്ട്. ആ പോയിന്റ്സ് എല്ലാം തന്നെ നിങ്ങൾ നോട്ട് ചെയ്യണം. അതോടൊപ്പം അല്പസ്വല്പ കാര്യങ്ങൾ വിശദമായി നോക്കാനും പഠിക്കാനും എഴുതാനും നിങ്ങൾ സമയം കണ്ടെത്തുകയും വേണം.